അങ്ങനെ വീക്കെൻഡ് എത്തി. എല്ലാ വീക്കെൻഡും ഞാനും ടിജോച്ചനും ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തും. അതൊരു രസമാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ചില ഫലലോപ്സിസ് ഓർക്കിഡുകളൊക്കെ സ്പൈക്കൊക്കെ വന്നിരിപ്പുണ്ട്. അതങ്ങ് വുഡ് മൗണ്ട് ചെയ്യാമെന്ന് ഓർത്തു. അതിനു വേണ്ടിയാണ് ഹനുമാൻ മരുത്വാമല ചുമന്നുകൊണ്ട് വരും പോലെ നമ്മുടെ ടിജോച്ചൻ വലിയ തടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഫലലോപ്സിസ് ഓർക്കിഡിന് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. അതുകൊണ്ട് ഗാർഡനിലുള്ള മാവിൻ്റെ ചുവട്ടിലായിരിക്കും അതിൻ്റെ കറക്റ്റ് സ്ഥലം. മണ്ണിൽ ഒരടി ആഴത്തിൽ കുഴിച്ച് അതിൽ തടി ഉറപ്പിച്ച് നിർത്തണം. നല്ലോണം കഴുകി തടി വൃത്തിയാക്കണം, അല്ലെങ്കിൽ ഫംഗൽ അസുഖങ്ങൾ ഓർക്കിഡിന് വരും. ഫലലോപ്സിസ് വളരെ സെൻസിറ്റീവായ ഓർക്കിഡാണ്. വെള്ളവും സൺലൈറ്റും അധികമാകാൻ പാടില്ല. ഓർക്കിഡ് ചെടികൾ കുറച്ച് ചകിരിക്ക് ഒപ്പം ചകിരിക്കയറ് കൊണ്ട് കെട്ടി ഉറപ്പിക്കണം. ഈ ഓർക്കിഡിൻ്റെ പൂക്കൾ കാണാൻ എന്ത് ഭംഗിയാണെന്നോ. 3-4 മാസം വരെ പൂക്കൾ വാടാതെ നിൽക്കും. ഇതാണ് ഞങ്ങളുടെ ഓർക്കിഡ് ട്രീ. ഇനി ഇതിൽ